കൂടുതൽ ഇങ്ങനെ എന്തെങ്കിലും വേണോ എന്ന് ചോദിച്ചപ്പോഴും അവൻ പറഞ്ഞതാകെ ഞാൻ ഏറ്റവും മേലെ ഷീറ്റ് ഇടുന്നുണ്ട്, ടൈലിടുന്നുണ്ട്, മകൾക്ക് കൊടുക്കണമെന്ന് നിങ്ങൾക്ക് അത്രയും നിർബന്ധമോ താല്പര്യം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഊഞ്ഞാൽ വാങ്ങിച്ച് മാത്രം തന്നാൽ മതി, അതല്ലാതെ വേറെ ഒന്നും അവൻ ആവശ്യപ്പെട്ടു. അവർ പറഞ്ഞു ഫ്രിഡ്ജ് വേണോ വാഷിംഗ് മെഷീൻ, നമ്മൾ പറഞ്ഞു ഇതൊന്നും വേണ്ട, നമുക്കിതെല്ലാം ഇവിടെയുള്ളതാണ്, പിന്നെ അതുകൂടെ കൊണ്ടുവയ്ക്കാനുള്ള സ്ഥലം ഇവിടെ ഇല്ല, പിന്നെ നമുക്കിതൊന്നും വേണ്ട, സ്ത്രീധനമായിട്ടും ഒന്നും വേണ്ട, മകൾക്ക് എന്താണോ നിങ്ങൾക്ക് കൊടുക്കാൻ എന്താണോ താല്പര്യം അത് നിങ്ങൾ കൊടുത്താൽ. അതിപ്പോൾ ഏതായാലും കല്യാണം നടക്കുമ്പോൾ വീട്ടുകാരും എന്തായാലും അവരുടെ മക്കൾക്ക് ഒന്നും കൊടുക്കാതല്ലല്ലോ വിടുന്നത്. ഞങ്ങൾ മർദ്ദനത്തിലേക്ക് എത്തിയത് അതിന് ശേഷം കല്യാണം കഴിഞ്ഞ് വന്നു. അപ്പം ഈ കല്യാണത്തിൻ്റെ ചിലവും എല്ലാ കാര്യങ്ങളും അവനാണ് നടത്തിയത്. ഇവർ 50-50 നടത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ 2 ആഴ്ചത്തെ ഗ്യാപ്പേ ഉണ്ടായിരുന്നുള്ളൂ കല്യാണത്തിലേക്ക്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ കൂടെ 2 ദിവസം ഇവൾ തൃശ്ശൂർ പൂരത്തിന് വരുന്നുണ്ട്. തൃശ്ശൂർ പൂരത്തിന് വരുമ്പോഴും ഞാൻ അമ്മേനോട് പറഞ്ഞു, അമ്മേ കല്യാണം ഇങ്ങനെ ആയിട്ടേ ഉള്ളൂ, 2 ആഴ്ചയേ ഉള്ളൂ, എന്നാലും ഒരു എത്രയാണെന്ന് പറഞ്ഞാൽ ഒരു വീട്ടുകാരിങ്ങനെ 2 ദിവസം ഈ ചെറുക്കൻ്റെയും വീട്ടുകാരുടെയും കൂടെ ഈ പെണ്ണിനെ വിടുവോ? ഏതെങ്കിലും ഒരിടത്ത് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒരു ദിവസം ഡ്രസ്സ് എടുക്കാൻ വിടും, അത് പകൽ പോയാലും അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ ഉണ്ടാവും. ഡ്രസ്സ് എടുക്കാൻ പോയാലും പെണ്ണിൻ്റെ വീട്ടുകാരും കൂടെ വരും. ഇത് അവരാരും വന്നില്ല, നമ്മൾ വിളിച്ചിട്ട് അവർ വന്നില്ല. ഇവള് മാത്രം 2 ദിവസം ഞങ്ങളുടെ കൂടെ നിന്ന്. നമുക്കും പറഞ്ഞു വിടാൻ പറ്റുകയില്ല. ഇവള് വന്നപ്പോൾ നമ്മൾ തിരിച്ച് പറഞ്ഞു വിടാൻ പറ്റുമോ? ഇവള് 2 ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവർ അമ്മ കൂടെ വിളിക്കുക, അങ്ങനെയുണ്ട്, എന്താ ഒരു കുഴപ്പമില്ല, ഇവിടെ ഹാപ്പിയായിട്ട് സംസാരിക്കുന്ന ഒന്നുമില്ല. പിറ്റേ ദിവസം അത് 2 ആഴ്ച ഗ്യാപ്പേ ഉള്ളായിരുന്നു. പിന്നെ വിവാഹം നമ്മൾ നടത്തി. അപ്പോൾ ഞങ്ങൾ അന്ന് ഡ്രസ്സുമായിട്ട് 2ാമത്തെ ദിവസം ഡ്രസ്സ് എടുത്ത്. ആദ്യത്തെ ദിവസം നമ്മൾ വേറൊരു മാളിൽ നിന്നാണ് ഉദ്ദേശിച്ചത്. അവിടെ പോയപ്പോൾ നമുക്ക് അതിന് പറ്റിയ സെലക്ഷൻ കിട്ടിയില്ല. പിന്നെ തൃശ്ശൂർ പൂരം അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നതിനെ കൊണ്ട് അവിടെയും പോയി അത് അറ്റൻഡ് ചെയ്തു. പിന്നെ ഗുരുവായൂർ ഓഡിറ്റോറിയം നമ്മൾ പോയി കണ്ടു. അവിടുത്തെ നടന്നെന്നുള്ള കാര്യം രാഹുൽ പറഞ്ഞിരുന്നു നിങ്ങളോട്? അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഒന്നും പറഞ്ഞിട്ടില്ല, മർദ്ദനം നടത്തതിനെ പറ്റി പറഞ്ഞിട്ടില്ല. പിറ്റേ ദിവസമാണ് നമ്മളിത് കാണുന്നത്. കാരണം അവളെ എന്നും നമ്മൾ കാണുന്നത് 11:30-12 മണിയാവും. അവൾ ഇറങ്ങി താഴേക്ക് വരുമ്പോൾ ഇറങ്ങി വരും, 2 പേരും കൂടെ ചായ കുടിക്കും, അതുപോലെ തന്നെ കയറിപ്പോവും, മുറി കയറിപ്പോവും. നമ്മളോട് ഇവിടെ വന്നിട്ട് അമ്മ ചായ കുടിച്ചോ അല്ലെങ്കിൽ ഞങ്ങളോട് ഒരു വർത്താനവും ഇല്ല. അടുക്കള ഇവിടെ മേശപ്പുറത്ത് വരുമ്പോൾ മേശപ്പുറത്ത് കഴിക്കാൻ റെഡി ആയിരിക്കും. പാടുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു? ഞങ്ങൾ അന്നേരമാണ് കാണുന്നത്, ആ നിമിഷമാണ് നമ്മൾ കാണുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ ലേറ്റായിട്ടാണ് ഓൾറെഡി ആ കുട്ടി എഴുന്നേക്കാറ്. ബന്ധുക്കൾ വരുമ്പോഴും 12 മണിയായിട്ടുണ്ട്. അപ്പോൾ അവർ വന്നപ്പോൾ ചോദിച്ചു എന്ത് കുട്ടി എന്ത്? അപ്പോൾ ഞാൻ പറഞ്ഞു മുറിയിലുണ്ട്. അവൾ മാറ്റുകയാണെന്നുള്ളതാണ് എൻ്റെയും ധാരണ. കാരണം ആ സമയത്ത് നേരം വൈകിട്ടാണല്ലോ അവൾ എഴുന്നേക്കുക. അപ്പം എഴുന്നേറ്റ് വന്ന് കുളിച്ച് അവൾ റെഡി ആയിട്ട് വരാനുള്ള പുറപ്പാടാണ്. അപ്പം ഇവിടെ വന്നവരെല്ലാം പോയി വിളിക്കുന്നുണ്ട്. അതിന് മുന്നേ ഞങ്ങളുടെ വീട്ടിൽ കുടുംബക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ 2 നിങ്ങൾ ചോദിച്ചോ എന്താണ് സംഭവം? ചോദിച്ചു, ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു ഇങ്ങനെ സംശയത്തിൻ്റെ പേരിൽ മർദ്ദിച്ചാണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം പിന്നീട് രാഹുലിനോട് സംസാരിച്ചു. രാഹുൽ പറഞ്ഞു ഇങ്ങനെ കല്യാണപ്പുരയിൽ അവർ പോയി വന്നു. അപ്പോൾ അവിടെ വെച്ച് ഇവർ 2 പേരും മദ്യപിച്ചു. അവൾ മദ്യപിച്ചു. അത് കഴിഞ്ഞ ശേഷം ഇവിടെ വന്നിട്ട് ഒരു ബീച്ചിൽ പോയിട്ട് പുറത്ത് പോയിട്ട് തിരിച്ച് വന്നതിന് ശേഷം റൂമിൽ കിടന്നപ്പം ഇവർ ഉറങ്ങാൻ വേണ്ടി കിടന്ന സമയത്ത് ഇവിടെ ഫോണിൽ കോള് വരിക ചെയ്യുന്നത്. ഫോണിൽ കോള് വരുന്നു, നിരന്തരം മെസ്സേജുകൾ ഇങ്ങനെ വരുന്നു. മെസ്സേജുകൾ വന്നപ്പം ഇവന് ഒരിതായി. അപ്പം ഈ സമയത്ത് കാരണം 3 മണി 4 മണി ആയ സമയമാണത് എന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് ഒരു പെൺകുട്ടീനെ ഇത്രയും ഇതായിട്ട് വിളിക്കണം ആരാന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ഫോൺ നോക്കിയപ്പോൾ സന്ദീപ് എന്നും പറഞ്ഞൊരു വ്യക്തിയാണെന്ന് പറഞ്ഞത്. അപ്പം അവൻ ഇങ്ങനെ മൊബൈൽ നമ്പർ നോക്കി. അപ്പോൾ ചോദിച്ചത് ആരാണെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു അവൾ എന്തൊക്കെയോ തട്ടിമുട്ടി ന്യായങ്ങൾ പറഞ്ഞു എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ പിന്നെയും അവൻ്റെ കോൾ ഇങ്ങനെ വരികയാണ്. കോൾ വരുമ്പോൾ അപ്പോൾ അവനിങ്ങനെ വാട്സപ്പിൽ നോക്കുമ്പോൾ മെസ്സേജ് നോക്കുമ്പോൾ ഇവർ 2 കല്യാണം കഴിച്ച ഫോട്ടോസ് അയച്ചേക്കുന്നു. അങ്ങനെ കുറേ ചാറ്റിങ്ങുകൾ അതിനകത്ത് അവർ ചെയ്തിട്ട് അവൻ പറഞ്ഞതൊന്നും എനിക്ക് തുറന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം ഒരാഴ്ചയാണെങ്കിൽ അവൾ എൻ്റെ കൂടെ ഭാര്യയായിട്ട് കഴിഞ്ഞ പെൺകുട്ടിയാണ്. ഈ ലോകത്തിന് മുന്നിൽ അവൾ എന്നെപ്പറ്റി എന്ത് പറഞ്ഞാലും അവിടെ ഒരു പേര് മോശമാകാതെ ഒരു പെൺകുട്ടിയാണല്ലോ. മർദ്ദനം നടന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് രാഹുൽ പറയുന്നത്. അതിന് ശേഷമാണ് ഞങ്ങളോട് അറിയുന്നത്. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. കാരണം ഞങ്ങളിവിടെ താഴെ 3 മണി 4 മണി ആകുന്ന സമയത്ത് നമ്മൾ കിടന്നുറങ്ങിപ്പോയി. ഈ കോളും മെസ്സേജുകളൊക്കെ അന്ന് രാത്രി മാത്രമാണോ വന്നിട്ടുള്ളത്? അതിന് മുന്നേ വരുന്നുണ്ടെന്ന് അവൻ പറഞ്ഞു. ആ സമയത്ത് അത് പറഞ്ഞിട്ടുണ്ട്. അവൻ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. അതുപോലെ തന്നെ സിം മാറ്റണമെന്ന് പറഞ്ഞു. സിം വേറെ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അതും ബ്ലോക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അവനത് ചോദിച്ചു എന്തുകൊണ്ടാണ് നീ ബ്ലോക്ക് ചെയ്യാത്തത്? അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ബ്ലോക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഈ മർദ്ദനം ഉണ്ടായി, അത് തെറ്റാണ്. അവൻ്റെ സംഭവിച്ചത് തെറ്റ് തന്നെയാണ്. അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് സമ്മതിക്കുന്ന കാര്യമാണ്. പക്ഷെ എന്ന് പറഞ്ഞാലും അത് ചെയ്യാനുണ്ടായ സാഹചര്യം ഇതാണ്. അവിടെ ഫോണിൽ ഇങ്ങനെ നിരന്തരമായിട്ട് കോളുകൾ വരുന്നു, ചാറ്റുകൾ ചെയ്യുന്നു. അവൾ സ്ത്രീധനം ആവശ്യപ്പെട്ട് കൂടുതൽ എന്താണ് അവൻ പ്രധാനമായി പറയുന്നത്? ഒരിക്കലും ഇല്ല. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല.
സ്ത്രീധനം ആവശ്യപ്പെടാതെ തന്നെയാണ് ഞങ്ങൾ കെട്ടി. ഈ കല്യാണത്തിൻ്റെ ചിലവുകൾ ഫുള്ളും അവനാണ് ചെയ്തത്. കാരണം ഓഡിറ്റോറിയത്തിൻ്റെതും എല്ലാ കാര്യങ്ങളും അവനാണ് ചെയ്തത്. അവൻ ഇതുവരെ അവന് സ്ത്രീധനം ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ പറയുന്നത് എന്തായാലും തീർച്ചയായിട്ടും ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ട്രാക്ക് ചെയ്തേ പറ്റുള്ളൂ. കാരണം ലോകം അറിയണം. കാരണം ഇത്രയും വൈറലായിട്ട് ഇവനെ പറ്റി ഇവൻ ക്രൂരത ചെയ്തു എന്നാണല്ലോ പറയുന്നത്. അവൻ ചെയ്തതാണ്. പക്ഷെ ഇത്രയും ക്രൂരമായിട്ട് ചെയ്തിട്ടില്ല. ഇവർ പറയുന്ന അത്രയും ഭീകരമായിട്ടൊന്നും അവൻ ചെയ്തിട്ടില്ല. പക്ഷേ അത് ചെയ്യാനിടയായ സാഹചര്യം ഇത്രയും ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ സാഹചര്യം കൂടെ വെളിപ്പെട്ട് വരണം. നിയമത്തിന് മുന്നിൽ അത് വെളിപ്പെട്ട് കിട്ടേണ്ടത് ഞങ്ങളുടെയും കൂടെ അത്യാവശ്യമാണ്. കാരണം ഇവൻ ചെയ്തത് എന്തുകൊണ്ടാണെന്നുള്ളത് കാരണം കൂടെ നമുക്ക് തെളിയണമല്ലോ. ഒരു കാര്യം നമുക്ക് അറിയുമ്പോൾ അതെന്തുകൊണ്ടാണ് കാരണം അതെന്തായാലും വെളിപ്പെട്ട് വന്നേ പറ്റുള്ളൂ. അവിടെ മൊബൈൽ സൈബർ സെല്ല് വഴി ട്രാക്ക് ചെയ്തേ പറ്റുള്ളൂ. നമ്മളത് ചോദിച്ചപ്പോൾ അന്ന് തന്നെ മൊബൈൽ ഫോൺ പോലീസിന് കൈമാറിയോ? അങ്ങനെ അതിന്റെ ഡീറ്റെയിലുകൾ കൊടുത്തിട്ടുണ്ടോ പോലീസിന്? പോലീസിനോട് ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞു കോടതിയിൽ അങ്ങനെ നമ്മൾ കേസ് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളത് പറയണം, ആവശ്യപ്പെടണം എന്ന് അവർ പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളും പറഞ്ഞു എന്തായാലും സൈബർ സെല്ല് വഴി അവൾ മൊബൈൽ ഫോൺ നമുക്ക് ട്രാക്ക് ചെയ്ത് കിട്ടണം. അത് ചെയ്യാനിടയായ സാഹചര്യം നമുക്ക് കണ്ടു. ഈ ലോകത്തിന് മുന്നേ നമ്മൾ അത് അറിയിക്കണം. ഇപ്പോഴും അവൻ പറയുന്നില്ല. അത് പുറത്ത് പറയരുതെന്നാണ് അവൻ പറയുന്നത്. നേരത്തെ ഇന്നലെ കൂടെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ ഭാര്യയാണ് അത് പുറത്ത്. പക്ഷെ ഞാൻ പറഞ്ഞു നിന്നെ പറ്റി ഇത്രയും മോശമായിട്ട് ചെയ്തു, കാര്യം ശരിയാണ്, അത് എന്താണെന്നുള്ള ചെയ്യാനിടയായ സാഹചര്യം കൂടി ഇനി വെളിപ്പെട്ട് വന്നേ പറ്റുള്ളൂ. തീർച്ചയായും ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ സംസാരിച്ചതാണ്. ഇപ്പം അറിയത്തില്ല എവിടെയാണ് ഞങ്ങളുടെ കുഞ്ഞ് പോയെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് അവനെ കണ്ടുപിടിക്കണം. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് കോളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് കണ്ടു കിട്ടുന്നില്ല അവനെ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ത് വന്നാലും ഞങ്ങളുണ്ട് കൂടെ. പക്ഷെ നമുക്ക് അവൻ ചെയ്യാനിടയുള്ള സാഹചര്യം നിങ്ങളായിട്ട് ഒരുക്കി തരണം. നിങ്ങളും കൂടെ ഞങ്ങളുടെ കൂടെ സഹകരിക്കണം എന്ന് എനിക്ക് പറയും. നിയമം അതിൻ്റെ കൂടെ ഉണ്ടാവണം. നിയമത്തിന് മുന്നിൽ അവിടെ മൊബൈൽ ട്രാക്ക് ചെയ്ത് ഈ ചെയ്യാനിടയായ സാഹചര്യം കൂടെ വെളിപ്പെട്ട് വരണം.